ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ വിജയികൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുക എത്രയാണ്? എല്ലാ ക്രിക്കറ്റ് ആരാധകരുടെയും മനസ്സിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ലോകത്തെ തന്നെ വലിയ വാണിജ്യ മൂല്യമുള്ള ടൂർണമെന്റുകൾ ഒന്നായി 2020 ലോകകപ്പ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന മത്സരം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയാണ്. 38 ദശലക്ഷം ഡോളറിന്റെ അതായത് 320 കോടി രൂപയുടെ മൂല്യമാണ് ഈ ഒരു മത്സരത്തിനുള്ളത്. സംരക്ഷണ കരാറിന് പുറമെ പരസ്യ വരുമാനവും മറ്റ് ബിസിനസ് ഡീലുകളും ചേർന്ന് വൻ തുകയാണ് ICCക്ക് മത്സരങ്ങളിലൂടെ ലഭിക്കുന്നത്. ഈ വർഷത്തെ ടൂർണമെന്റിലെ വിജയികൾക്കുള്ള സമ്മാനത്തുക ഇതുവരെ ICC പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പണം ഈ സീസണിലും ടീമുകൾക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 പതിപ്പിൽ പ്രഖ്യാപിച്ച റെക്കോർഡ് സമ്മാനത്തുകയാണ് ടീമുകൾക്ക് ലഭിച്ചത്. കഴിഞ്ഞ ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് മാത്രം ലഭിച്ചത് 20 കോടി രൂപയാണ്. ഫൈനലിൽ പരാജയപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ ടീമിന് ഏകദേശം 10 കോടി 50 ലക്ഷം രൂപയും സമ്മാനത്തുകയായി ലഭിച്ചിട്ടുണ്ട്. സെമി ഫൈനലിൽ നിന്ന് പുറത്തായ മറ്റ് 2 ടീമുകൾക്കും മികച്ച പ്രതിഫലമാണ് ICC നൽകിയത്. ഓരോ ടീമിനും 6 കോടിയിലധികം രൂപ വീതം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8 ഘട്ടത്തിലും വിജയിച്ച ടീമുകൾക്കും ലക്ഷക്കണക്കിന് ഡോളറാണ് പ്രതിഫലമായി നൽകിയത്. ഓരോ മത്സരത്തിലെ വിജയത്തിനും പ്രത്യേകം സമ്മാനത്തുക നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ 2020 ലോകകപ്പ് ഘടന രൂപീകരിച്ചിരിക്കുന്നത്. ഈ നീക്കത്തിലൂടെ അസോസിയേറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് വലിയ പ്രോത്സാഹനമാണ് ICC നൽകുന്നത്. ഇത്തവണത്തെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് മാത്രം അടിസ്ഥാന പങ്കാളിത്ത ഫീസായി ഏകദേശം 2 മുതൽ 3 ലക്ഷം ഡോളർ വരെ, അതായത് നമ്മുടെ നാട്ടിലെ 3 കോടി രൂപ വരെയാണ് ICC നൽകുന്നത്. 2024 ലോകകപ്പ് അമേരിക്കയിൽ ICC സംഘടിപ്പിച്ചതും 20 ടീമുകൾ പങ്കെടുത്തതും ബ്രോഡ്കാസ്റ്റിംഗ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. USA, കാനഡ, ഉഗാണ്ട തുടങ്ങിയ ടീമുകളുടെ പങ്കാളിത്തം പുതിയ ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും 2020 ലോകകപ്പിന്റെ ആഗോള വാണിജ്യ മൂല്യം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും പങ്കെടുക്കുന്ന ഓരോ ടീമിനും ICC കൈനിറയെ പണം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തവണത്തെ 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായി നിന്നത് ഇന്ത്യ പാകിസ്ഥാൻ തലത്തിൽ നടന്ന ഗ്രൂപ്പ് തലത്തിലെ മത്സരം നടക്കുമോ എന്നുള്ളതാണ്. വലിയ വാണിജ്യ മൂല്യം ഉണ്ടായിരുന്ന ഈ മത്സരം നടക്കാതെ പോയാൽ ICCക്ക് വലിയ നഷ്ടം തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ICC പ്രതിനിധി പാകിസ്ഥാനിലെത്തുകയും ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത്. ആ മത്സരത്തിന് 300 കോടി രൂപയിലധികം മൂല്യമുള്ളതിനാൽ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ICCക്ക് മറ്റു രാജ്യങ്ങൾ കൊടുക്കാനുള്ള തുകയിൽ തന്നെ കുറവ് വരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് വളരെ വേഗം ICC പ്രതിനിധി പാകിസ്ഥാനിലെത്തിയതും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഈ സീസണിലും വലിയ രീതിയിലുള്ള ഒരു സമ്മാനത്തുക അത് എല്ലാ രാജ്യങ്ങൾക്കും ലഭിക്കുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ടീമുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഈ സമ്മാനത്തുക വലിയ തുക നൽകുന്നതിലൂടെ കഴിയുമെന്നാണ് ICC പ്രതീക്ഷിക്കുന്നത്. What is that strength that brings women together and helps them move forward? Self-help groups. Central Bank of India, under DAY NRLM, provides financial support to self-help groups and through Sent Nari Shakti to their members. Central to you since 1911.